ഗുഡ് മോർണിംഗ്. നമ്മൾ എക്സസൈസ് ചെയ്യുക കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 5 10.1 തന്നെയാണ്. ക്വസ്റ്റ്യൻ ക്ലാസിഫൈ മോണോമിയൽ, ബൈനോമിയൽ ആൻഡ് ട്രൈനോമിയൽ. ഇവർ ഏത് ടേം ആണെന്ന് എഴുതണം. നമ്മൾ പഠിച്ചായിരുന്നു മോണോമിയൽ എന്ന് പറഞ്ഞാൽ 1 ടേം, ബൈനോമിയൽ 2 ടേം, ട്രൈനോമിയൽ 3 ടേം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എങ്ങനെ? അവര് ലൈക്ക് ടേംസ് ആകരുത്. ലൈക്ക് എന്ന് പറഞ്ഞാൽ എന്നാണ്? ഒരുപോലെ ആകരുതെന്ന്. അതായത് എക്സാമ്പിള് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം XY പ്ലസ് YX, ഇവിടെ എത്ര ടേം ഉണ്ടത്? ഇതൊരു ടേം, ഇതൊരു ടേം. അപ്പൊ നിങ്ങൾ പറയും ബൈനോമിയലാണ്. ഇത് ബൈനോമിയൽ അല്ല, കാരണം ഇവിടെ X ഉണ്ട്, ഇവിടെ X ഉണ്ട്, ഇവിടെ Y ഉണ്ട്, Y ഉണ്ട്. അത് പറഞ്ഞാൽ ഇവർ ലൈക്കാണ്, ഒരുപോലുള്ളതാണ്. അങ്ങനെയുള്ളത് ഒരിക്കലും ലൈക്ക് ടേംസ് എന്താകത്തില്ല? ലൈക്ക് ടേംസ് ഒരിക്കലും മോണോമിയൽ ബൈനോമിയൽ ഒന്നും ആകത്തില്ല. ലൈക്ക് അല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് എല്ലാം ലൈക്ക് അൺലൈക്ക് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് വൺ എത്ര ടേംസ് ഉണ്ട്? 4Y ഒരു ടേം, -7X. അപ്പൊ 2 ടേം ഉണ്ട്. ഒരുപോലാണോ? അല്ല. ഇവിടെ Y നമ്മൾ പറഞ്ഞാൽ ലൈക്കും അൺലൈക്ക് നോക്കുമ്പോൾ നമ്മൾ ന്യൂമറിക്കൽ പാർട്ട് നോക്കില്ല, സംഖ്യകൾ എത്രയാന്ന് നോക്കില്ല. സംഖ്യകൾ ഏത് വേണേലും ആകാം, വേരിയബിൾസ് സെയിം ആകാതിരുന്നാൽ മതി. ഇവിടെ നോക്ക്, ഇവിടെ Y, ഇവിടെ X. അപ്പൊ കുഴപ്പമില്ല, ഇത് നോക്കാം അല്ലേ. ഇവിടെ എത്ര ടേം ഉണ്ട്? 1 2. അപ്പൊ ഇതെന്താണ്? ബൈനോമിയൽ. ഇത് ഒത്തിരി സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഇത് എത്ര ടേം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ ഇതെന്താകും? മോണോമിയൽ. ഓക്കെ, അടുത്ത് എത്ര ടേം ഉണ്ട്? X, Y, -XY. 3 ടേം ഉണ്ട്. ഇതിൽ ഒരുപോലാണോ? അല്ലല്ലോ. ആദ്യത്തെ X മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ Y മാത്രമേ ഉള്ളൂ, മൂന്നാമത്തെ Xും Y ഉണ്ട്. അപ്പൊ ഇത് അൺലൈക്ക് ആണ്, കുഴപ്പമില്ല. അപ്പൊ നമുക്കിവിടെ എല്ലാം അൺലൈക്കാ തന്നേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതൊന്നും തന്നിട്ടില്ല. ഇപ്പൊ ഇവിടെ എത്ര ടേം ഉണ്ട്? 3 ടേം. അതുകൊണ്ട് ട്രൈനോമിയൽ. ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെയാണ് കണ്ടീഷൻ. ഓക്കെ, ഇവിടെ എത്ര ടേം ഉണ്ടോ? ഒരെണ്ണവേ ഉള്ളൂ. അപ്പൊ ഇതെന്തായിരിക്കും? മോണോമിയൽ. തെറ്റിച്ചോല്ലേ? മോണോമിയൽ. ഓക്കെ, ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 1 2 3. 3 ടേംസ് ഉണ്ട്. 3 ആകുമ്പോ എത്രയാ? ട്രൈനോമിയൽ. ഇതിന്റെ ആവശ്യമുണ്ടോ ഇവിടെ? നോക്കണല്ല, വ്യത്യാസമല്ല. ഇവിടെ AB ഉണ്ട്, ഇവിടെ A മാത്രമേ ഉള്ളൂ, ഇവിടെ B ഉള്ളൂ കേട്ടോ. അത് ഞാനും പറയുന്നില്ല. ഇവിടെ ഇനി എത്ര ടേംസ് ഉണ്ട്? 1 2 ടേംസ് ഉണ്ട്. അപ്പൊ അതാരാകും? ബൈനോമിയൽ. ഇവിടെ എത്ര ടേംസ് ഉണ്ട്? ഇവിടെ ഇതൊരു 4p²q ഒരു ടേം, 4pq² ഒരു ടേം. അപ്പൊ ബൈനോമിയൽ രണ്ടെണ്ണം അല്ലേ? വ്യത്യാസമാണോ നോക്കാം. ഇവിടെ p² ഉണ്ട്, ഇവിടെ p ഉള്ളൂ. ഇവിടെ q, ഒരു q ഉള്ളൂ. ഇവിടെ q², 2 q ഉണ്ട്. അപ്പൊ അൺലൈക്ക്, ഒരുപോലെ അല്ല. അപ്പൊ നമുക്ക് നേരിട്ട് എഴുതിയേക്കാം. എത്രയാണ്? 2 ടേം. അതുകൊണ്ട് ബൈനോമിയൽ. ഓക്കെ, ഇവിടെ 7m ഒറ്റ ടേമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്നാ എഴുതും? മോണോമിയൽ. ഓക്കെ, ഇവിടെ എത്ര ടേംസാ? 1 2 3. വ്യത്യാസമല്ലേ? ഇവിടെ 2 Z ഉണ്ട്, ഇവിടെ ഒറ്റ Z ഉള്ളൂ, ഇവിടെ Z ഇല്ല. അപ്പൊ ഇത് അൺലൈക്ക് ആണ്. 3 ടേം ഉണ്ട്. അപ്പൊ അതെന്താണ്? ട്രൈനോമിയൽ. ഇതോ A², അടുത്ത ടേം B², 2 ടേം. അപ്പൊ അതെന്താകും? ബൈനോമിയൽ. അടുത്ത നോക്കിയേ, Z², Z. ഇവിടെ 2 ടേം ഉണ്ട്. നിങ്ങൾ രണ്ടും ഒരുപോലെ നല്ല കേട്ടോ, ലൈക്ക് അല്ല. ഇവിടെ Z², 2 Z ഉണ്ട്, ഇവിടെ ഒരു Z ഉള്ളൂ. അപ്പൊ അത് ലൈക്ക് ആണോ? ഒരുപോലാണ്? അല്ല, അൺലൈക്കാ. അപ്പൊ നമുക്ക് 2 ടേമുകളോട് ഇതിനെ ബൈനോമിയൽ. ഇനി ഇവിടെ 1 2 3 ടേം ഉണ്ട്. വ്യത്യാസം അല്ലേ? അപ്പൊ എന്നാ എഴുതും നമ്മള്? ട്രൈനോമിയൽ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, എല്ലാരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ കാണുമ്പോ തന്നെ പറയും മോണോമിയലാണോ, ബൈനോമിയലാണോ, ട്രൈനോമിയലാണോ എന്ന്. നിങ്ങൾ പേടിക്കണ്ട, എക്സാമിന് നിങ്ങൾക്ക് ലൈക്ക് ടേംസ് തരത്തില്ല, അൺലൈക്കേ തരത്തുള്ളൂ. അപ്പൊ നേരിട്ട് എഴുതാം. പിന്നെ സംശയമുണ്ടോ ഒന്ന് നോക്കുക. ലൈക്ക് ആണോ? ലൈക്ക് ആണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. അൺലൈക്ക് ടേംസിനെ മാത്രമേ നമുക്ക് മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ എന്ന് തിരിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.